ഖരമാലിന്യ പരിപാലനത്തിൽ നമ്മുടെ സംസ്ഥാനം നടത്തുന്ന കൂട്ടായ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കുന്നതിനും ശുചിത്വമുള്ള നഗരങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി നടപ്പാക്കുകയാണ്. ലോക ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നിവയുടെ ധനസഹായത്തോടെ ഏകദേശം 2400 കോടി രൂപ ചിലവിൽ സംസ്ഥാന സർക്കാരും നഗരസഭകളും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഖരമാലിന്യ പരിപാലനത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭകളെയും കോർപ്പറേഷനുകളെയും സജ്ജമാക്കുകയാണ് ഈ പദ്ധതി. ബജറ്റ് വിഹിതത്തിന് പുറമെ ഏകദേശം 1200 കോടി രൂപയോളമാണ് ഉപപദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഗ്രാന്റായി നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോ നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ആവശ്യം പഠിച്ച് ഖരമാലിന്യ പരിപാലനത്തിന് സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ഇതാദ്യമായാണ്. മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ പരിപാലനത്തിന് ഉപപദ്ധതികൾ രൂപപ്പെടുത്തി സമയബന്ധിതമായി അവ നടപ്പിൽ വരുത്തും. ഖരമാലിന്യ പരിപാലനത്തിന് സംസ്ഥാനത്തെ നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും സേവന വിതരണ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് KSWMPയുടെ ലക്ഷ്യം. സമഗ്രവും സമ്പൂർണവുമായ തയ്യാറെടുപ്പുകളോട് കൂടെയാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി സുഗമമായ മാലിന്യ പരിപാലനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ചട്ടങ്ങളും നിയമങ്ങളും പരിഷ്കരിക്കുകയും അവ കർശനമായി നടപ്പിലാക്കുകയും ചെയ്യും. ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിൽ വിദഗ്ധരായ എഞ്ചിനീയർമാർ, സംസ്ഥാന ജില്ലാതല പ്രൊഫഷണൽ ടീമുകൾ എന്നിവർ പദ്ധതികൾ തയ്യാറാക്കാനും അവ നടപ്പിലാക്കാനും നഗരസഭകളെ സഹായിക്കും. മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിദഗ്ധ പരിശീലനം ഉറപ്പാക്കും. പദ്ധതി കൊണ്ട് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഖരമാലിന്യ പരിപാലനത്തിലെ സേവന വിതരണ സംവിധാനം നവീകരിക്കുന്നതിന് വികേന്ദ്രീകൃത മാലിന്യ പരിപാലന സംവിധാനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിനോടൊപ്പം കേന്ദ്രീകൃത സംവിധാനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു ഹൈബ്രിഡ് സമീപനം കൊണ്ടുവരാൻ നഗരസഭകളെ KSWMP സഹായിക്കുന്നു. മാലിന്യ പരിപാലനത്തിൽ 100% പരിസ്ഥിതി സൗഹാർദ്ദമായ നയങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനാകും. മാലിന്യ പരിപാലനത്തിന്റെ സേവന വിതരണ രംഗത്ത് സംയോജിതമായ ആസൂത്രണം കൊണ്ടുവരും. മാത്രമല്ല, മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിയമം കർശനമായി നടപ്പാക്കപ്പെടുന്നുവെന്ന് ഖരമാലിന്യ പരിപാലന പദ്ധതി ഉറപ്പാക്കും. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രാന്റിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 തരം ധനസഹായമാണ് പദ്ധതി നടത്തിപ്പിനായി നഗരസഭകൾക്ക് ലഭിക്കുക. ഒന്ന് അടിസ്ഥാന ധനസഹായം അഥവാ ബേസിക് ഗ്രാന്റ്. അടുത്തത് പ്രോത്സാഹന ധനസഹായം അഥവാ ഇൻസെന്റീവ് ഗ്രാന്റ്. ബേസിക് ഗ്രാന്റ് 40%, ഇൻസെന്റീവ് ഗ്രാന്റ് 60% എന്ന അനുപാതത്തിലാകും ലഭ്യമാക്കുക. പാർട്ടിസിപ്പേഷൻ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതോടെ നഗരസഭകൾക്ക് ബേസിക് ഗ്രാന്റ് ലഭ്യമാകും. ഇൻസെന്റീവ് ഗ്രാന്റ് ലഭിക്കുന്നതിന് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇനി പറയുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ കർശനമായി പൂർത്തീകരിക്കണം. നഗരപ്രദേശത്തെ ആകെ ഉൾക്കൊള്ളുന്ന തരത്തിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യവും ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതുമായ 5 വർഷത്തേക്കുള്ള ഒരു പദ്ധതി അംഗീകരിച്ചിരിക്കണം. ഖരമാലിന്യ പരിപാലനത്തിൽ കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ചട്ടങ്ങളും ലക്ഷ്യവും മുൻനിർത്തി ഖരമാലിന്യ പരിപാലനം കർശനമായി ഉറപ്പാക്കണം. ഗ്രാന്റിന്റെ 5% തുക താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനായി മാറ്റിവെക്കാം. കേരള സർക്കാർ അംഗീകരിച്ച ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഘടനയനുസരിച്ച് ഉയർന്ന തസ്തികയിലെ 2 ജീവനക്കാരെ നിയമിച്ചിരിക്കണം. മാലിന്യം ശേഖരിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും സർവീസ് ഏജൻസികളുടെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷം അവരുമായി ഒപ്പുവെച്ച കരാർ ഉണ്ടായിരിക്കണം. മാലിന്യ ശേഖരണത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിന്റെയും ഓപ്പറേഷൻ, മെയിന്റനൻസ് എന്നിവയുടെ ബഡ്ജറ്റിന്റെയും രൂപരേഖ തയ്യാറാക്കിയിരിക്കണം. നിരീക്ഷണ വിശകലന സംവിധാനം, പരാതി പരിഹാര സംവിധാനം എന്നിവ നടപ്പാക്കിയിരിക്കണം. പദ്ധതി കാലയളവിലെ ആദ്യ 4 വർഷം വരെ ഫണ്ടുകൾ അസാധുവാകുകയില്ല. അതിനുശേഷം പദ്ധതി ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാത്ത ഫണ്ട് മറ്റ് നഗരസഭകളിലെ ഖരമാലിന്യ പരിപാലന പദ്ധതികൾക്കായി അനുവദിക്കും. ഇനി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്താണെന്ന് നോക്കാം. ഓരോ നഗരത്തിലെയും ആളോഹരി കണക്കാക്കിയാണ് ഗ്രാന്റ് നൽകുന്നത്.
ഓരോ നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും മുൻഗണനാ ക്രമവും അനുസരിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതിയുടെ ആശയ രൂപീകരണം നടത്താം. മാലിന്യം ശേഖരിക്കുന്നതിനും മാലിന്യത്തിന്റെ ഗതാഗതത്തിനുമുള്ള കരാറ് സാമൂഹിക സംഘങ്ങളെ അഥവാ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളെ ഏൽപ്പിക്കാം. നഗരവികസന പരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയാകും ഖര മാലിന്യ പരിപാലന പദ്ധതി നടപ്പാക്കുക. നിലവിലുള്ള വാർഷിക വികസന പരിപാടികൾക്കും കൗൺസിൽ തീരുമാനങ്ങൾക്കും അനുസൃതമായാകും പദ്ധതി നടപ്പിലാക്കേണ്ടത്. ഇൻസെന്റീവ് ഗ്രാന്റ് കിട്ടുന്നതിന് നഗരസഭകൾക്ക് യോഗ്യതാ മാനദണ്ഡമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. ഓരോ നഗരസഭാ സ്ഥാപനങ്ങൾക്കുമുള്ള കൃത്യമായ ഇൻസെന്റീവ് ഗ്രാന്റ് എത്രയെന്ന് പദ്ധതിയുടെ സ്റ്റേറ്റ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. ഖരമാലിന്യ പരിപാലനത്തിന് ബേസിക് ഗ്രാന്റായും ഇൻസെന്റീവ് ഗ്രാന്റായും നഗരസഭകൾക്ക് ലഭിക്കുന്ന ഫണ്ട് എങ്ങനെ ചെലവഴിക്കണം? KSWMP വ്യക്തമായ മാനദണ്ഡം ഇതിനായി നൽകുന്നുണ്ട്. ബേസിക് ഗ്രാന്റ് തുകയുടെ വിനിയോഗ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ബേസിക് ഗ്രാന്റ് സ്വീകരിച്ച ഫണ്ട് വിനിയോഗം ഉടനടി തുടങ്ങേണ്ടതാണ്. അശാസ്ത്രീയ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി കണ്ടെത്തുവാനോ ബേസിക് ഗ്രാന്റ് ഫണ്ട് ഉപയോഗിക്കാം. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സബ്സിഡിയായും ബേസിക് ഗ്രാന്റ് തുക വിനിയോഗിക്കാം. 60% വരുന്ന ഇൻസെന്റീവ് ഗ്രാന്റ് യോഗ്യതാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാകും നഗരസഭകൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞല്ലോ. എവിടെയാണ് ഇൻസെന്റീവ് ഗ്രാന്റ് ഉപയോഗിക്കാവുന്നതെന്ന് നോക്കാം. ഖരമാലിന്യം ശേഖരിക്കുന്നതിനും അതിന്റെ ഗതാഗതത്തിനും ഇൻസെന്റീവ് ഗ്രാന്റ് ഉപയോഗിക്കാം. മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി അഥവാ MRF, റീജിയണൽ റെസിഡ്യൂവൽസ് ഫെസിലിറ്റി അഥവാ RRF എന്നിവയ്ക്കും കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് സംവിധാനത്തിനും ഇൻസെന്റീവ് ഗ്രാന്റ് ഉപയോഗിക്കാവുന്നതാണ്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി നടപ്പാക്കുന്നതിന് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു തുടങ്ങണം? തുടർന്നുള്ള ആക്ഷൻ പ്ലാൻ എന്തായിരിക്കണം? ഒന്നാമതായി, പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് രൂപീകരിക്കണം. നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ, സെക്രട്ടറി, പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർ, ഫിനാൻസ് ഓഫീസർ, ജൂനിയർ ടെക്നിക്കൽ സ്റ്റാഫുകൾ ഇങ്ങനെയാകും PIU പ്രവർത്തിക്കുക. രണ്ടാമതായി, ബേസിക് ഗ്രാന്റ് നിക്ഷേപിക്കാനുള്ള ആദ്യ അവസരങ്ങൾ കണ്ടെത്തണം. ഇൻസെന്റീവ് ഗ്രാന്റ് ലഭിക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങണം. നഗരപ്രദേശത്തെ ഖരമാലിന്യ പരിപാലന പദ്ധതികൾ തയ്യാറാക്കുന്നതാണ് ഇതിലാദ്യം. തുടർന്ന് വിവരശേഖരണവും ഖരമാലിന്യ പരിപാലന മൂല്യശൃംഖലയുടെ വിലയിരുത്തലും നടത്തണം. പദ്ധതിയുടെ ഉള്ളടക്കം തയ്യാറാക്കലും ചിലവ് നിർണ്ണയിക്കലുമാണ് തുടർന്ന് നടത്തേണ്ടത്. ഈ പദ്ധതികൾ പുതുക്കിയ വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് നഗരസഭകളെ സഹായിക്കും. അശാസ്ത്രീയമായ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ശാസ്ത്രീയമായി മലിനമുക്തമാക്കി ഭൂമി വീണ്ടെടുക്കുന്നതിനും മറ്റു പരിഹാര മാർഗങ്ങൾ തേടുന്നതിനും ഈ ഘട്ടത്തിൽ കഴിയണം. പൊതുജനാഭിപ്രായം ശേഖരിക്കുകയും പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ അനുമതികൾ തേടുകയും വേണം. പദ്ധതി നിർവഹണത്തിന്റെ സാങ്കേതിക രേഖകൾ സംസ്ഥാന പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിന് സമർപ്പിക്കുകയും വേണം. ഖരമാലിന്യ പരിപാലനത്തിൽ പദ്ധതിയുടെ പരിപൂർണ സാങ്കേതിക സഹായം ലഭ്യമായിരിക്കണം. സാങ്കേതിക സഹായം നൽകുന്നതിനുള്ള വിദഗ്ധർ ജില്ലാ തലത്തിൽ ഉണ്ടാകും. പദ്ധതിയിലൂടെ ലഭിക്കുന്ന പിന്തുണയുടെ വിശദാംശങ്ങൾ ഇവയാണ്. 5 വർഷത്തേക്കുള്ള ഖരമാലിന്യ പരിപാലന പദ്ധതി മാതൃക തയ്യാറാക്കുന്നതിനും നഗരസഭകളുടെ തനതായ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനുമുള്ള സഹായം ലഭിക്കും. പദ്ധതിയുടെ പാരിസ്ഥിതിക സാമൂഹിക ലക്ഷ്യങ്ങൾ നേടാനും സാമ്പത്തിക നിർവഹണത്തിനുമുള്ള സഹായം കിട്ടും. പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകാൻ മാലിന്യ പരിപാലന രംഗത്ത് പ്രാവീണ്യം തെളിയിച്ച കൺസൾട്ടൻസികളുടെ സേവനം ഉറപ്പാക്കും. ലോകബാങ്കിന്റെ മാർഗരേഖയനുസരിച്ച് പദ്ധതി നടപ്പാക്കാൻ നഗരസഭകൾക്ക് പിന്തുണ ലഭിക്കും. നഗരസഭകളിലെ ജീവനക്കാർക്ക് ഖരമാലിന്യ പരിപാലനത്തിൽ ഉന്നതതല പരിശീലനം ഉറപ്പാക്കും. മാലിന്യ ശേഖരണം, വേർതിരിക്കൽ, ശാസ്ത്രീയ സംസ്കരണം,
മാലിന്യം നീക്കം ചെയ്യാനുള്ള ഗതാഗത സംവിധാനം, റീസൈക്ലിംഗ്, ശാസ്ത്രീയവും സുരക്ഷിതവുമായ നിർമ്മാർജ്ജനം എന്നിങ്ങനെ ഖരമാലിന്യ പരിപാലന ശൃംഖലയിലെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതിലൂടെ ആരോഗ്യമുള്ളതും വൃത്തിയുള്ളതുമായ നഗരങ്ങൾ കേരളത്തിലും യാഥാർത്ഥ്യമാവുകയാണ്. വരൂ, നഗരസഭകളുടെ നേതൃപരമായ പങ്കാളിത്തത്തോടെ ഖരമാലിന്യ പരിപാലനത്തിൽ ഒരു സമഗ്ര മാറ്റം നമുക്ക് സാധ്യമാക്കാം.